എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഡ്രസ് ലെച്ചസ് കേക്ക് എന്ന് പറഞ്ഞാൽ 3 മിൽക്ക് കേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. 3 ടൈപ്പിലുള്ള മിൽക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഒരു നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. ഞാനിവിടെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു കേക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അളവൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം, കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയിലേക്ക് നമ്മളിനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ മാത്രമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്, ബേക്കിംഗ് സോഡ ഇതിൽ ചേർക്കുന്നില്ല. അതുപോലെ ഈ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടത്. ഈ ഒരു മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം മധുരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടോ നിങ്ങൾക്ക് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ബീറ്റാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു കേക്കിൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഓവൻ ഇല്ലാതെയും ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ചെറിയൊരു പാത്രത്തിലേക്കും നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു റൗണ്ട് പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു അളവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് ഡബിളാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മളൊരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുക. ഒരു സ്ക്യൂവറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഇനി 3 ടൈപ്പിലുള്ള പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് സോക്ക് ചെയ്യും. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് തിളപ്പിച്ച പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മിൽക്ക് മെയ്ഡിൽ നല്ല മധുരമുണ്ട്, അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് മധുരമൊന്നും ചേർക്കണ്ട. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടൈപ്പിലുള്ളൊരു പാലും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് നമ്മളിപ്പോൾ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമും ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കേക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഈ ഒരു അളവ് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഞാനിവിടെ ഒരു ചെറിയ കേക്കാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ചാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഹോളിട്ട് വെച്ച കേക്കിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ഈ ഒരു പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു കേക്ക് നന്നായിട്ട് സോക്കായിട്ട് നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ആകാനായിട്ട് വെക്കുക. അപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയ ചെറിയ പൂക്കളൊക്കെ നമുക്കത് പൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിപ്പിംഗ് ക്രീം ഒരുപാട് കേക്കുകളിൽ ഞാൻ ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ പൂക്കൾ കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് പിസ്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 കളറിലാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പിങ്ക് കളറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കളറ് ചേർക്കാനായിട്ട് ഞാൻ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്, പിങ്ക് കളർ. വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് പിങ്ക് കളർ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വിശദമായിട്ട് ഞാനിതിൽ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ ലെങ്തി ആക്കുന്നില്ല. ഒരുപാട് വീഡിയോസ് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഡ്രസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ ഇവിടെ കഴിക്കാൻ അത്രയും ആൾക്കാരില്ല. അതുകൊണ്ടാണ് വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഞാനത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ ഓഫീസിലൊന്നും പോകണ്ട, അതുകൊണ്ട് എനിക്കിത് പുറത്ത് കൊടുക്കാനും പറ്റില്ല. അപ്പം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് ഡബിളാക്കി എടുത്താൽ മതിയാകും.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്, അപ്പം നല്ല മോയിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്